കാസർഗോഡ് മണ്ണുമാന്തി യന്ത്രം മറിഞ്ഞുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി ചന്ദ്രന്റെ മകൻ പ്രീതം ലാൽ ചന്ദാണ് മരിച്ചത്. പടുപ്പിലെ വീട്ടുപരിസരത്ത് മണ്ണുമാന്തി യന്ത്രം കഴുകിക്കൊണ്ടിരുന്നതിനിടയിൽ മറിയുകയായിരുന്നു. കുറ്റിക്കോലിൽ നിന്നും ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പേ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. തൃശൂർ ഏനമാവ് പുഴയിൽ മുങ്ങിത്താണ് 60-കാരനെ രക്ഷിച്ച മത്സ്യത്തൊഴിലാളി യുവാവ് നാടിന്റെ അഭിമാനമായി. ഏനമാക്കൽ കെട്ടുങ്ങൽ പുതുവീട്ടിൽ റഫീഖ് ജമാലാണ് മണലൂർ സ്വദേശി രമേശിനെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത്. പുഴയിലേക്കുള്ള ചവിട്ടുപടികൾ ഇറങ്ങി കാൽ കഴുകുന്നതിനിടെ രമേശ് കാൽ വഴുതി പുഴയിലേക്ക് വീഴുകയായിരുന്നു. കൊല്ലം മയ്യത്തുംകരയിൽ വിദ്യാർത്ഥികളുമായി മടങ്ങുകയായിരുന്ന സ്വകാര്യ സ്കൂളിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു. മയ്യത്തുംകര പ്ലാമൂട് ജംഗ്ഷനിലാണ് സംഭവം. സമീപത്തുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റിൽ വാഹനം തട്ടാതെ തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത്. തൃശൂർ പുന്നയൂർക്കുളം ചമ്മന്നൂരിൽ റോഡിൽ രക്തം കണ്ടത് പരിഭ്രാന്തി പരത്തി. വടക്കേക്കുന്നത്ത് റോഡിലാണ് രക്തം പരന്നു കിടക്കുന്നത്. രാവിലെ നടക്കാൻ ഇറങ്ങിയവരാണ് ആദ്യം രക്തം കണ്ടത്. ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. രാത്രിയിൽ അസാധാരണമായ യാതൊരു ശബ്ദവും കേട്ടിരുന്നില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. അതേസമയം രക്തം കണ്ടെത്തിയ റോഡിന് സമീപം പോലീസ് നടത്തിയ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല. എന്നാൽ രക്തസാമ്പിൾ ശേഖരിച്ച് കൂടുതൽ പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. തൃശൂർ ചാലക്കുടി എലിഞ്ഞിപ്രയിൽ ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. ചൗക്ക സ്വദേശി നിവേദാണ് മരിച്ചത്. നിവേദിനൊപ്പം ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന പാലക്കാട് സ്വദേശി രാഹുലിനെ പരിക്കുകളോടെ ചാലക്കുടിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എലിഞ്ഞിപ്ര കനാൽ പാലത്തിന് സമീപം ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. തിരുവനന്തപുരം കൊച്ചുവേളിയിലെ പ്ലാസ്റ്റിക് കമ്പനിയിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കി. പുലർച്ചെ 4 മണിക്കാണ് തീപിടുത്തമുണ്ടായത്. കൊച്ചുവേളി ഇൻഡസ്ട്രിയൽ ഏരിയയിലെ പവർ പാക്ക് പോളിമേഴ്സ് എന്ന കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. ചാക്ക, ആറ്റിങ്ങൽ ഹൗസിംഗ് ബോർഡ് സ്റ്റേഷനുകളിൽ നിന്ന് 20ഓളം ഫയർ യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. 3-4 മണിക്കൂറത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത്. കമ്പനി പൂർണ്ണമായും കത്തി നശിച്ചു. തീപിടുത്തമുണ്ടാകാനുള്ള കാരണം അധികൃതർ പരിശോധിക്കുന്നു. ശൂരനാട് 11-ാം വാർഡിൽ കളഞ്ഞുകിട്ടിയ 1 ലക്ഷം രൂപ ഉടമസ്ഥനെ കണ്ടെത്തി തിരികെ ഏൽപ്പിച്ച് മാതൃകയായി ബിൻസി ബാബു. കയ്യിൽ കിട്ടിയത് വൻ തുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ആരുടെയോ ആണെന്നും ആ ഉടമസ്ഥന് തിരിച്ചു കൊടുക്കണമെന്നും മാത്രമേ തോന്നിയുള്ളൂ. യഥാർത്ഥ ഉടമസ്ഥന്റെ കയ്യിൽ തന്നെ എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ചു. തുടർന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ തുക ഉടമസ്ഥന് കൈമാറി. മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ ബെൻസിയെ വാർഡ് മെമ്പർ സുനിത ലത്തീഫിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. തൃശൂർ കട്ടിലപ്പൂവത്ത് കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. 2 ആനകൾ അടങ്ങിയ സംഘമാണ് നിരവധി പേരുടെ കൃഷിയിടങ്ങൾ നശിപ്പിച്ചത്. തെങ്ങ്, വാഴ, ജാതി തുടങ്ങിയ കാർഷിക വിളകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. ആനകൾ ഇറങ്ങുന്നത് തടയുന്നതിനായി വനം വകുപ്പ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്ന് നാട്ടുകാരുടെ ആക്ഷേപം.